ഹലോ എല്ലാവർക്കും അടുത്ത എപ്പിസോഡിലോട്ട് സ്വാഗതം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഓണത്തിന് ഇടാൻ പറ്റിയ ബ്ലൗസിൽ ഹാൻഡ് എംബ്രോയിഡറി ചെയ്ത് കണ്ടു. അപ്പോൾ നമുക്ക് ഈ ആഴ്ചയിൽ ഈ വീഡിയോയിൽ നമുക്ക് ആണുങ്ങൾക്ക് പറ്റിയൊരു കുർത്തയിൽ എങ്ങനെ ഹാൻഡ് എംബ്രോയിഡറി ചെയ്യാം എന്ന് കാണാം. പെണ്ണുങ്ങൾക്ക് മാത്രം പോരല്ലോ, ആണുങ്ങൾക്കും വേണ്ട ഒരു വെറൈറ്റി ആയിട്ടുള്ളത്. അപ്പോൾ ആണുങ്ങളുടെ എൻ്റെ മോൻ്റെ ഒരു കുർത്തയിലാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ അത് 6 വയസ്സായ ഒരു കുട്ടിയാണ്. അപ്പോൾ അവൻ്റെ കുർത്തയിൽ ഒരു സ്മോൾ ഡിസൈനാണ് ഞാൻ എടുക്കുന്നത്, അതും ഒരു മയിൽപീലിയുടെ ഡിസൈൻ. അപ്പം ഇതിൻ്റെ ഒരു റിക്വസ്റ്റും കൂടെ വന്നിട്ടുണ്ടായിരുന്നു, മയിൽപീലിയുടെ ഡിസൈൻ ബിഗിനേഴ്സിന് എങ്ങനെ ചെയ്യാൻ പറ്റണം എന്ന് വെച്ചാൽ ബിഗിനേഴ്സിന് അറിയാവുന്ന സ്റ്റിച്ചസ് വെച്ചിട്ട് എങ്ങനെ ഈ ഒരു മയിൽപീലി ഡിസൈൻ ചെയ്ത് തീർക്കാൻ പറ്റും എന്നൊരു റിക്വസ്റ്റും കൂടെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഓർത്തു ഇന്ന് അത് തന്നെ ഇട്ടേക്കാം. നമുക്ക് ഈ ഡിസൈൻ ബിഗിനേഴ്സിന് വരെ എളുപ്പത്തിൽ തയ്ക്കാൻ പറ്റും. കൂടി വന്ന ഒരു ദിവസം അവർക്ക് ബിഗിനേഴ്സിന് വരെ ആവശ്യം വരത്തുള്ളൂ, അപ്പോഴേ തയ്ച്ച് തീർക്കാൻ പറ്റുന്ന സിമ്പിൾ ആയിട്ടുള്ള ഒരു ഡിസൈനാണ് ഒരു മയിൽപീലിയുടെ ഡിസൈൻ. ഒത്തിരി കോംപ്ലിക്കേറ്റഡ് സ്റ്റിച്ചസ് ഒന്നുമില്ല. അപ്പോൾ ഇനി ഉണ്ടല്ലോ ദിവസങ്ങൾ ഓണത്തിന്, അപ്പോൾ വേഗം വേണമെന്ന് വെച്ചാൽ വേഗം തയ്ച്ചെടുത്ത് ഇടാൻ പറ്റുന്ന ഒരു ഡിസൈനാണ്. അപ്പോൾ നമുക്ക് സ്റ്റിച്ചിങ്ങിലോട്ട് പോകുന്നതിന് മുമ്പ് എല്ലാ ദിവസവും പറഞ്ഞ പോലെ പറയുകയാണ്, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് കുർത്തയിൽ ഡിസൈൻ വരച്ചിട്ട് നമുക്ക് തയ്ക്കാൻ തുടങ്ങാം. ഇപ്പോൾ മയിൽപീലിയുടെ ഡിസൈൻ നമ്മൾ വരച്ചു വെച്ചിട്ടുണ്ട്. ഇതിപ്പോൾ ബ്ലാക്ക് തുണി ആയതുകൊണ്ട് നമ്മൾ വൈറ്റ് കാർബൺ പേപ്പർ വെച്ചിട്ടാണ് ഡിസൈൻ വരച്ചേക്കുന്നത്. അപ്പോൾ ഇവിടെ ഈ നമുക്ക് മയിൽപീലിയുടെ കളറ് പോലെ തന്നെ ഇവിടെ ഡാർക്ക് ഷെയ്ഡ് ബ്ലൂ കൊടുക്കാം, പിന്നെ ഒരു ലൈറ്റ് ഷെയ്ഡ് ബ്ലൂ, പിന്നെ ഇവിടെ ഒരു മസ്റ്റർഡ് യെല്ലോ കളർ, പിന്നെ ഇവിടെ ഒരു ലൈറ്റ് ഗ്രീൻ കളർ കൊടുക്കുക, പിന്നെ ഇവിടെ ഡാർക്ക് ഗ്രീൻ. അങ്ങനെയാണ് ഞാൻ ഇവിടെ പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഉള്ളിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം, ഈ റൗണ്ട് മുതൽ. അപ്പോൾ ഇതിൻ്റെ അകത്തും ഫുള്ളും സാറ്റിൻ സ്റ്റിച്ച് വെച്ചാണ് നമ്മൾ തയ്ക്കുന്നത്. സാറ്റിനും കുറച്ച് ചെയിനും യൂസ് ചെയ്യുന്നുണ്ട്. ഈ ഔട്ട്ലൈനൊക്കെ കൊടുക്കാൻ നമ്മൾ ചെയിൻ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവിടെ സാറ്റിനാണ്. ആങ്കറിൻ്റെ ത്രെഡ് ബ്ലൂ കളറ് 3 strands ആണ് ഞാനിവിടെ യൂസ് ചെയ്യുന്നത്. നമ്മൾ തയ്ക്കുമ്പോൾ എപ്പോഴും സെൻറ്ററിൽ നിന്ന് വേണം സാറ്റിൻ സ്റ്റിച്ചൊക്കെ തയ്ക്കാൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. എപ്പോഴും ഒരു ഡിസൈൻ്റെ സെൻറ്ററിൽ നിന്ന് കിട്ടിയാൽ കുറച്ചും കൂടെ ഫിനിഷിങ് കിട്ടും. ഇപ്പോൾ പൂവാണെങ്കിലും എന്ത് ഡിസൈൻ ആയാലും സെൻറ്ററിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്താൽ കുറച്ചും കൂടെ ഭംഗിയുണ്ടാകും. ഇപ്പോൾ നല്ലോണം പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കണമെന്നുണ്ടെങ്കിൽ 6 strands വേണമെങ്കിലും യൂസ് ചെയ്യാം. ഞാനിവിടെ 3 strands ആണ് യൂസ് ചെയ്തിട്ടുള്ളൂ. ഈവൻ ബിഗിനേഴ്സിന് വരെ എളുപ്പത്തിൽ നമുക്ക് ഈ ഒരു ഡിസൈൻ ഫില്ല് ചെയ്തെടുക്കാൻ പറ്റും. ഇതുപോലെ നമുക്ക് ഈ ഫുൾ സർക്കിളും നമുക്ക് ഡിസൈൻ സെൻറ്ററിലുള്ള ആ ഡിസൈൻ നമുക്ക് ഈ നേവി ബ്ലൂ കളർ വെച്ചിട്ട് ഫില്ല് ചെയ്തെടുക്കാം സാറ്റിൻ സ്റ്റിച്ച് യൂസ് ചെയ്ത്. അപ്പോൾ നമ്മൾ നടുക്ക് സാറ്റിൻ സ്റ്റിച്ച് വെച്ചിട്ട് തയ്ച്ചു കഴിഞ്ഞു. ഇനി ഇവിടെ ഈ ഒരു പോർഷനിൽ നമ്മൾ ഒരു കോറൽ ബ്ലൂ കളർ ത്രെഡാണ് എടുത്തിരിക്കുന്നത്. ഇതും 3 strands ആണ് യൂസ് ചെയ്തേക്കുന്നത്. ആ ത്രെഡ് വെച്ച് നമുക്ക് ഈ ഒരു പോർഷൻ സാറ്റിൻ സ്റ്റിച്ച് തയ്ക്കാം. അപ്പോൾ അതും ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യാണ്. തയ്ക്കുമ്പോൾ കൃത്യം ഇവിടെ താത്തി ഇത് എവിടെ താത്തി അവിടെ തന്നെ നമ്മൾ കുത്താൻ ശ്രമിക്കുക. ഇങ്ങനെ ഇതുവരെ സാറ്റിൻ സ്റ്റിച്ച് ചെയ്ത് നമുക്ക് ഫുൾ റൗണ്ട് ചെയ്ത് ഇങ്ങനെ ഇവിടം വരെ സ്റ്റിച്ച് ചെയ്ത് ഇവിടം വരെ കംപ്ലീറ്റ് ചെയ്തെടുക്കണം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഒരു കുഞ്ഞ് ഔട്ട്ലൈൻ കൊടുക്കണം. നമ്മൾ സാറ്റിൻ സ്റ്റിച്ച് വെച്ചിട്ട് ടർക്കോയ്സ് ബ്ലൂ കളർ ത്രെഡും വെച്ച് തയ്ച്ചു കഴിഞ്ഞു. ഇനി ഇതിൻ്റെ ഈ പുറത്തേക്കൂടെ ഔട്ട്ലൈനിൽ കൂടെ ഒരു ചെയിൻ സ്റ്റിച്ച് തയ്ക്കാനാണ് പോകുന്നത്. അതിപ്പം ഡാർക്ക് ബ്ലൂ കളർ ത്രെഡ് എടുത്തിട്ട് ആദ്യം ഉള്ളിൽ തയ്ച്ച് ആ ത്രെഡ് എടുത്തിട്ട് ഇതിൻ്റെ പുറത്തേക്കൂടെ ഒരു ഔട്ട്ലൈൻ തയ്ക്കാനാണ് പോകുന്നത്. ഇത് 1 strand ഉള്ളൂ. 2 strands ആണെങ്കിലും നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ തീരെ കുഞ്ഞിതായിട്ട് വേണം ചെയിൻ സ്റ്റിച്ച് തയ്ക്കാൻ. തൊട്ടടുത്തേക്കൂടെ തന്നെ തയ്ച്ചതിൻ്റെ അതേ അടുത്തേക്കൂടെ തന്നെ തയ്ക്കാൻ നോക്കണം, എന്നാലും ആ ബ്ലാക്ക് ഇടയിൽ കാണാണ്ട് തയ്ക്കുക. ഇത് തയ്ക്കാൻ വേണമെങ്കിൽ കുഞ്ഞ് നീഡിലാണെങ്കിലും യൂസ് ചെയ്യാം. തീരെ സ്മോൾ സൈസ് നീഡിലുണ്ടെങ്കിൽ അതായാലും യൂസ് ചെയ്താൽ കുഴപ്പമില്ല. ഇത് ഒന്നാമത്തെ 1 strand ആണല്ലോ നമ്മൾ യൂസ് ചെയ്യണുള്ളൂ. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഞാൻ ഈ ഡിസൈൻ ഫുൾ തയ്ക്കാനായിട്ട് സാറ്റിനും സ്റ്റെം സ്റ്റിച്ചും ചെയിൻ സ്റ്റിച്ചും മാത്രമാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിന് രണ്ടിൻ്റെയും ട്യൂട്ടോറിയലിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ടാകും. അറിയില്ലാത്തവരാണെങ്കിൽ അത് കയറി ഒന്ന് നോക്കുക. ഇങ്ങനെ ഫുള്ളും നമുക്ക് റൗണ്ട് ചെയ്തെടുക്കാം. ചെയിൻ സ്റ്റിച്ച് യൂസ് ചെയ്ത് ഫുള്ളും ഔട്ട്ലൈൻ റൗണ്ട് ചെയ്തെടുക്കാം നമുക്ക്. അപ്പോൾ നമ്മൾ ചെയിൻ സ്റ്റിച്ച് വെച്ചിട്ട് ഔട്ട്ലൈൻ ഫിനിഷ് ചെയ്തു. ഇനി നമുക്ക് ഇവിടെ ഈ ഒരു പോർഷനിൽ നമ്മൾ
മസ്റ്റാർഡ് യെല്ലോ ഒരു കളർ ത്രെഡ് വെച്ചാൽ എല്ലാം 3 strands ആണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. മസ്റ്റാർഡ് യെല്ലോ കളർ ത്രെഡ് വെച്ചിട്ട് നമുക്ക് ഇവിടെ ഫില്ല് ചെയ്യാം. ഇപ്പോൾ ഇവിടെ തയ്ക്കുമ്പോൾ ഈ ചെയിൻ സ്റ്റിച്ച് തയ്ച്ചതിൻ്റെ അടുത്ത് തന്നെ കൊണ്ടുവന്ന് നമ്മൾ കുത്തണം, അല്ലെങ്കിൽ അവിടെ ബ്ലാക്ക് നമ്മൾ തുണിയുടെ കളറ് കയറി വരും, ബ്ലാക്ക് കളർ കയറി വരും, അപ്പോൾ ഒരു ഫിനിഷിങ് കിട്ടില്ല. അപ്പോൾ അത് തൊട്ടടുത്ത് തന്നെ കുത്താൻ ശ്രമിക്കുക. ഇതിപ്പം സാറ്റിൻ സ്റ്റിച്ച് വേണ്ട എന്നുണ്ടെങ്കിൽ ഈ തയ്ക്കുന്ന സാറ്റിൻ സ്റ്റിച്ച് തയ്ക്കുന്നതിൻ്റെ അവിടെയൊക്കെ കുഞ്ഞതായിട്ട് ചെയിൻ സ്റ്റിച്ചും തയ്ച്ചാലും കുഴപ്പമില്ല. പക്ഷെ നേരം കുറച്ച് സമയം കൂടുതലെടുക്കും, അത്രയേ ഉള്ളൂ കുഴപ്പം. അല്ലെങ്കിൽ ചെയിൻ സ്റ്റിച്ച് ആയാലും യൂസ് ചെയ്ത് ഫില്ല് ചെയ്യാം എല്ലായിടത്തും. 3 strands ഉപയോഗിക്കേണ്ട, ഒരു 2 strands ഉപയോഗിച്ചാൽ മതിയായിരിക്കും ചെയിൻ സ്റ്റിച്ച്. അല്ലെങ്കിൽ 2 or 1 strands ഉപയോഗിച്ചിട്ട് ഭയങ്കര തീരെ കുഞ്ഞതായിട്ട് നല്ലോണം തയ്ച്ചാൽ മതി. അപ്പം ഭംഗിയുണ്ടാകും. ഈ സാറ്റിൻ വേണമെന്നൊന്നുമില്ല. ഇതിപ്പോൾ ഞാനിവിടെ സ്റ്റിച്ച് ചെയ്തപ്പോൾ നിങ്ങൾക്ക് കാണാം ഇവിടെ ഒരു ഗ്യാപ്പ് വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇത്രയും ഗ്യാപ്പ് ഉണ്ടെങ്കിൽ അതൊരു ഇടയ്ക്ക് ബ്ലാക്ക് കളർ ത്രെഡ് തുണി കാണാൻ പറ്റുന്നില്ലേ, അപ്പോൾ അത് പാടില്ല. അപ്പോൾ നമുക്ക് ഒന്നുകൂടെയും ഇവിടെ ഒന്ന് തയ്ച്ച് ശരിയാക്കാം. അപ്പം അങ്ങനെ കാണാണ്ട് അടുപ്പിച്ച് വേണം നമ്മൾ എപ്പോഴും സാറ്റിൻ സ്റ്റിച്ച് തയ്ക്കേണ്ടത്. നമുക്കിതുവരെ ഈ ഫുള്ളും സർക്കിൾ ഓവൽ ഷേപ്പ് നമുക്ക് ഫില്ല് ചെയ്തെടുക്കാം. ഇതുവരെ അടുപ്പിച്ച് നല്ലോണം തയ്ച്ച് നമുക്ക് ഫില്ല് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ സാറ്റിൻ സ്റ്റിച്ച് വെച്ചിട്ട് മസ്റ്റാർഡ് യെല്ലോ കളർ സാറ്റിൻ സ്റ്റിച്ച് ഇവിടെ നമ്മൾ തയ്ച്ച് കഴിഞ്ഞു. ഇനി ഇവിടെ പിസ്ത ഗ്രീൻ കളറായിട്ടാണ് സാറ്റിൻ സ്റ്റിച്ച് ഈ പോർഷൻ നമ്മൾ ഫില്ല് ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് ഇവിടെ നമ്മൾ ഇതാണ് പിസ്ത ഗ്രീൻ കളർ ഞാൻ എടുക്കുന്നത് കേട്ടോ. അതും 3 strands ആണ് യൂസ് ചെയ്യുന്നത്. അത് തയ്ച്ച് കഴിഞ്ഞിട്ട് ഇവിടെ ഈ ഔട്ട്ലൈനിൽ ഞാനൊരു ബോട്ടിൽ ഗ്രീൻ കളർ ത്രെഡ്, ഈ ഒരു കളർ ത്രെഡ് വെച്ചിട്ടാണ് ചെയിൻ സ്റ്റിച്ച് തയ്ക്കാൻ പോകുന്നത്. ഇവിടെ ഈ ഔട്ട്ലൈനും പിന്നെ ഈ താഴെ വരുന്ന ഈ ഒരു പോർഷനും ചെയിൻ സ്റ്റിച്ച് വെച്ചിട്ട് തയ്ക്കും. അത് കഴിഞ്ഞിട്ട് ഈ ഒരു പോർഷൻ, ഇങ്ങനെ നീണ്ടിരിക്കുന്ന ഈ ഒരു പോർഷൻ്റെ അകത്ത് ആദ്യം ഉള്ളിൽ സ്റ്റെം സ്റ്റിച്ച് തയ്ക്കും. സ്റ്റെമ്മല്ല, സാറ്റിൻ സ്റ്റിച്ച് തന്നെ തയ്ച്ച് ഫില്ല് ചെയ്യും. ഇതെല്ലാം ഈ ഒരു പോർഷൻ്റെ ഉള്ളിലത്തെ ഭാഗമില്ല, അത് തയ്ക്കുന്ന ഒരു ലൈറ്റ് കളർ ഗ്രീൻ വെച്ചിട്ടാണ്. അപ്പോൾ ഈ ഗ്രീനും വ്യത്യാസമുണ്ട്. കുറച്ചും കൂടെ ഒരു എന്താ പറയുന്ന ഒലീവ് ഗ്രീൻ്റെ ആ ഒരു ഷെയ്ഡാണ്. അത് വെച്ചിട്ടാണ് ഇതിൻ്റെ ഉള്ളിൽ തയ്ക്കുന്നത്. എന്നിട്ട് അതിൻ്റെ പുറമേ നമ്മൾ കൊടുക്കുന്നത് വേറെ കളർ, ഒരു ഗ്രീൻ ഷെയ്ഡ്, ഒരു ഡാർക്കർ ഷെയ്ഡ്. അത് ബോട്ടിൽ ഗ്രീൻ പോലെയല്ല, കുറച്ചും കൂടെ വേറെ വ്യത്യാസമുള്ള ഒരു ഡാർക്ക് ഷെയ്ഡ് ഗ്രീൻ വെച്ചിട്ടാണ് അതിന് ചെയിൻ സ്റ്റിച്ച് തയ്ക്കുന്നത് പുറത്തേക്കൂടെ. അപ്പം നമ്മളിതെല്ലാം വെച്ച് ചെയിനും സാറ്റിനും വെച്ചിട്ട് ഇതെല്ലാം ഫിനിഷ് ചെയ്തിട്ട് അവസാനത്തെ ഫിനിഷ്ഡ് ലുക്കൊന്ന് നമുക്ക് കണ്ടു നോക്കാം. അപ്പോൾ നമ്മൾ സാറ്റിൻ സ്റ്റിച്ചും ചെയിൻ സ്റ്റിച്ചും വെച്ചിട്ട് നമ്മൾ ഈ മയിൽപ്പീലി മുഴുവൻ തയ്ച്ചു കഴിഞ്ഞു. അപ്പോൾ ഇവിടെയൊക്കെ സാറ്റിൻ സ്റ്റിച്ചാണ് ചെയ്തേക്കുന്നത്. 1 strand ഉപയോഗിച്ചിട്ടാണ് നമ്മളിവിടെ ചെയിൻ സ്റ്റിച്ച് ചെയ്തേക്കുന്നത്. ഇവിടുത്തെ ചെയിൻ മാത്രം 3 strands ഉപയോഗിച്ചിട്ടാണ്, ബാക്കി ചെയിൻ ചെയ്തേക്കുന്ന എല്ലാം 1 strand ആണ്, സാറ്റിൻ എല്ലാം 3 strands. അപ്പോൾ ഇത് കുഞ്ഞ് ആളുടെ കുർത്തി ആയതുകൊണ്ട് ഞാൻ ഡിസൈൻ കുഞ്ഞതായിട്ട് എടുത്തേക്കുന്നത്. ഡിസൈൻ കുറച്ചും കൂടെ വലുതാവുമ്പോൾ സാറ്റിൻ സ്റ്റിച്ച് ചെയ്യാൻ കുറച്ചും കൂടെ എളുപ്പമായിരിക്കും. ഇതിനൊക്കെ കുറച്ചും കൂടെ വണ്ണം വരുമ്പം തയ്ക്കാൻ കുറച്ചും കൂടെ എളുപ്പമായിരിക്കും. ഇത് കുഞ്ഞതാവുമ്പം സാറ്റിൻ സ്റ്റിച്ച് തയ്ച്ച് വരുമ്പം പെർഫെക്ഷൻ കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. പ്രത്യേകിച്ച് ബിഗിനേഴ്സിനാകുമ്പോൾ കുറേയും കൂടെ ബുദ്ധിമുട്ടായിരിക്കും. അപ്പം ഇപ്പോൾ ഒരു മയിൽപ്പീലി ഡിസൈനിൽ ഞാൻ സാറ്റിനും ചെയിനും മാത്രമാണല്ലോ യൂസ് ചെയ്തുള്ളൂ. അപ്പോൾ ഈവൻ ബിഗിനേഴ്സിന് വരെ എളുപ്പമായിട്ട് ചെയ്ത് തീർക്കാൻ പറ്റുന്ന ഒരു സ്റ്റിച്ചിങ് ഡിസൈനാണ് ഇത്. അപ്പം ഇതിൻ്റെ അകത്ത് ഇനിയിപ്പോൾ സാറ്റിൻ സ്റ്റിച്ച് ചെയ്യാൻ ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ ഈ ഫുൾ സൈഡും ഇൻസൈഡൊക്കെ മുഴുവനും നമുക്ക് കുഞ്ഞതായിട്ട് ചെയിൻ സ്റ്റിച്ച് ചെയ്താലും ഒരു ആര്യ വർക്കിൻ്റെ ഒരു എഫക്റ്റ് കിട്ടും. അങ്ങനെയായാലും നമുക്ക് ചെയ്യാവുന്നതാണ്. അപ്പം നമുക്കിതൊന്നും കുർത്തയൊന്നും ഇട്ട് കാണാം എങ്ങനെയാണ് വരുന്നത് എന്നുള്ളത്. അപ്പോൾ നമ്മൾ ഹാൻഡ് എംബ്രോയിഡറി ചെയ്ത കുർത്ത എൻ്റെ മോനിട്ട് നിൽക്കുകയാണ്. അപ്പോൾ കുഞ്ഞാളായതുകൊണ്ട് കുഞ്ഞ് ഡിസൈനുമാണ് ഞാൻ ചൂസ് ചെയ്തേക്കുന്നത്. വലിയ മയിൽപ്പീലി അല്ല, കുഞ്ഞു മയിൽപ്പീലിയുടെ ഡിസൈനാണ്. അപ്പോൾ വലിയ ആൾക്കാരാണെങ്കിൽ അതനുസരിച്ച് ഇപ്പോൾ സാരിയിലാണെങ്കിലോ ബ്ലൗസിലാണെങ്കിലോ അതിന് ആൾക്കാരുടെ ഏജ് അനുസരിച്ച് ഡിസൈനിൻ്റെ വലിപ്പം കൂട്ടുകയോ കുറയ്ക്കുകയോ എന്താണെന്ന് വെച്ചാൽ ചെയ്യാം. അപ്പോൾ ഒത്തിരി കുറഞ്ഞു പോവുക. ഇപ്പം ഈ ഡിസൈൻ കുഞ്ഞതാണ്. അപ്പോൾ ആ ഡിസൈൻ കുഞ്ഞതായതുകൊണ്ട് തന്നെ സാറ്റിൻ സ്റ്റിച്ച് തയ്ക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടുണ്ട്. ചെയിൻ ആണെങ്കിലും അത് കുഞ്ഞ് ഡിസൈൻ ആണെങ്കിൽ തയ്ച്ചു വരാൻ ഇത്തിരി ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ വലിയ ഡിസൈൻ ആണെങ്കിൽ സാറ്റിൻ സ്റ്റിച്ചിന് കുറച്ചും കൂടെ നീറ്റ്നെസ് നമുക്ക് ഫീൽ ചെയ്യും തയ്ച്ചു കഴിയുമ്പോൾ. അതെല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക.
അപ്പോൾ കളർ കോമ്പിനേഷൻ എല്ലാം കൂടെ വരുമ്പോൾ ബ്ലാക്കിലായതുകൊണ്ട് കുറച്ചും കൂടെ പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട്. നിങ്ങളുടെ അവരവരുടെ മക്കൾക്കോ അല്ലെങ്കിൽ ഹസ്ബൻഡിനോ ആർക്കാന്ന് വെച്ചാൽ ചെയ്തവരെ ചെയ്യുക. എന്നിട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾ ഫീഡ്ബാക്ക്സ് എഴുതി അറിയിക്കുക. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിലോ എന്തെങ്കിലും ഫോട്ടോസ് അയച്ചു തരിക. അപ്പോൾ ഞാൻ അതിന് എല്ലാത്തിനും റിപ്ലൈ ചെയ്യുന്നതായിരിക്കും. അടുത്ത ദിവസം അടുത്ത വീഡിയോ ആയിട്ട് കാണാം. Until then, bye bye.